ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നിങ്ങളിലോട്ട് വരുന്ന മാറ്റങ്ങൾ എന്താണ്. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കണം, സമാധാനം വേണം, സന്തോഷം വേണം, ഉറക്കം വേണം, എല്ലാം വേണം. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങളെ അധികം വേണ്ടാത്തൊരവസ്ഥ ഏറെക്കുറെ. എന്തൊക്കെയോ പേരില് ഇങ്ങനെ ആദി കയറുന്ന ഒരവസ്ഥ, ടെൻഷൻ ഇങ്ങനെ അധികരിച്ച് നിൽക്കുന്ന അവസ്ഥ. അത് ഒന്നല്ലെങ്കിൽ സ്വന്തം കുടുംബജീവിതത്തിന്റെ കാര്യം ആലോചിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെ കാര്യം ആലോചിച്ചിട്ടായിരിക്കാം. എന്തിൻ്റെയൊക്കെയോ പേരിൽ ഇങ്ങനെ ടെൻഷൻ, ഏതെങ്കിലും വ്യക്തികളുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കാം ടെൻഷൻ ഇങ്ങനെ കയറുന്ന ഒരു അവസ്ഥ. നിങ്ങൾ ആ ഒരു എന്താ പറയാ, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ടാണ് നിൽക്കുന്നത്. ആ ചോദ്യചിഹ്നത്തിന്റെ ഇതിൽ നിങ്ങൾ പുറകെ ഇങ്ങനെ സഞ്ചരിക്കുന്ന അവസ്ഥ. പുറകെ സഞ്ചരിച്ച് നിങ്ങൾക്ക് തന്നെ അത് ബോഡീനെ എഫക്റ്റ് ചെയ്യുന്നു, മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്നു. ചില സമയത്ത് നിങ്ങൾ നോർമലാകാൻ സ്വന്തമായിട്ട് ശ്രമിക്കുകയും, അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് അവർ നിങ്ങളെ എന്തെങ്കിലും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും, ചില സമയങ്ങളിൽ നിങ്ങൾ മൊത്തം ഇങ്ങനെ ഒരു മരവിച്ച പോലെയുള്ള ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയവും ഉണ്ടാവുന്നുണ്ട്. കാരണം എന്താകും പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഏതെങ്കിലും കാര്യത്തിലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിസ്സഹായമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. നിങ്ങൾ ഒരു നിസ്സഹായ പോലെ നിൽക്കുന്ന ഒരു കാര്യങ്ങൾ എന്താണ്. നിങ്ങൾക്ക് മൊത്തത്തിൽ ചില സമയത്ത് ഒരു അയ്യോ എന്നൊക്കെ പറയുക, നമുക്കൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ കൂടുമ്പോഴുള്ളൊരു ഇതില്ലേ, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചില സമയത്ത് ഉണ്ടാവും. പക്ഷെ അത് നിങ്ങൾ തന്നെ അത് ശരിയാകും എന്നുള്ള രീതിയിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. കുറച്ചു നേരം കഴിയുമ്പോൾ ആശ്വസിക്കൽ മാറി വേറെ ബുദ്ധിമുട്ടലുകൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളിപ്പോ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടേതായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു നിന്നുള്ള പല ആളുകളും നിയന്ത്രിക്കുന്ന കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ഇതുമില്ലാതെ, ഒരു അർഹതയില്ലാത്ത ആളുകൾ അവരുടെ കൈകൊണ്ട് നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ, അതാണ് നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. അത് പല രീതികളിൽ നിയന്ത്രിക്കുന്നു. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിന് മൊത്തത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ ലൈഫിലെ ഏതെങ്കിലും ഒരു പാർട്ട്, വ്യക്തിയായിരിക്കാം, വേറെ എന്തെങ്കിലും മക്കളെ ആയിരിക്കാം,
അതൊക്കെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ അധികരിക്കുന്ന ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇത് മാറും മാറും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദ്യം ചെയ്യും, ഇത് മാറുമോ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താണ്, ഏതാണ്. ഡബിൾ മൈൻഡായിട്ട് നിൽക്കും. അത് വേണോ, ഇതെടുക്കണോ, മറ്റത് വേണോ, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ. കമ്മ്യൂണിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വന്നാൽ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ മൈൻഡ് ചില സമയത്ത് എന്താ പറയാ, ഒരു ഡാർക്ക്നെസ് പോലെയാണ്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ പുറത്തോട്ട് വരുന്നത്. അപ്പൊ പറയാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യം തന്നെ പുറത്തോട്ട് വരുത്താൻ ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, അതായത് ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ വന്നവര് തന്നെ പുറകോട്ട് നീങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. അത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ ഒച്ചഴയുന്ന പോലെയുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളിലോട്ട് വരുന്ന പല നല്ല കാര്യങ്ങളും സാമ്പത്തികമായിരിക്കാം, കുടുംബജീവിതത്തിന്റെ കാര്യങ്ങളായിരിക്കാം, സമാധാനവും സന്തോഷവും തരുന്ന കാര്യങ്ങളായിരിക്കാം, വ്യക്തികളുടെ കാര്യമായിരിക്കാം. അത് ഇത്തിരി ഇങ്ങനെ ഒച്ചഴയുന്ന പോലെ ഒരു സ്ലോ എനർജി. പക്ഷെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വള്ളിക്കെട്ട്, നിങ്ങൾക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് വളരെ ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ നല്ല കാര്യങ്ങൾ വരുന്നതിന് തടസ്സങ്ങൾ മറ്റുള്ളവരാൽ കൊണ്ട് ഉണ്ടാക്കി ഇരിക്കുന്നു. മറ്റുള്ളവര് നിങ്ങൾക്ക് തടസ്സം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ അതല്ലാതെ സ്വന്തമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ മടിയുള്ളവരും ഉണ്ട്. സ്വന്തമായിട്ട് ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അതിന് പുറത്തോട്ടിറങ്ങിയാലാണ് പരിപാടികൾ നടക്കുള്ളൂ. അല്ലാതെ ചില ആളുകൾ എങ്ങനെയാ, നമ്മള് ഉള്ളം കയ്യിൽ കൊണ്ട് എല്ലാം കൊടുക്കണം. അപ്പൊ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പൊ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലോട്ട് വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പരിപാടികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, എവിടെ തുടങ്ങണം അതിനുള്ള ഒരു ആൻസർ കിട്ടും. എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്, എന്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പരിപാടികളെല്ലാം മാറിക്കിട്ടും, അങ്ങനെയുള്ള ആൻസറുകൾ കാര്യങ്ങൾ കിട്ടും. നിങ്ങളെ ഇപ്പൊ എന്താണോ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അത് റിലേഷൻഷിപ്പിന്റെ കാര്യമായിക്കോട്ടെ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, വേറെ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യചിഹ്നങ്ങൾ പോലെയുള്ള പരിപാടികളും ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള ഒരു വരുമാന മാർഗം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്താ പറയാ, സ്വന്തമായിട്ട് ജോലി ഇല്ലാത്തവർക്ക് വരെ ഏതെങ്കിലും വഴിയിൽ കൂടി നിങ്ങൾക്ക് സാമ്പത്തികം കിട്ടാനുള്ള കാര്യങ്ങൾ വരെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ജോലിയിൽ കയറുവാനോ, അല്ലെങ്കിൽ സാമ്പത്തിക പരിപാടികൾ നിങ്ങളുടെ അടുത്തോട്ട് വരാനോ, ഇപ്പൊ നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പരിപാടികൾ നിങ്ങളിലോട്ട് സാമ്പത്തികമായിട്ട് വരാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ, വേദനിപ്പിച്ച കാര്യങ്ങൾ, അതൊരു ട്രോമ പോലെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങളൊന്ന് വിട്ടുകളയുക. അത് അല്ലാതെ ഇങ്ങനെ മനസ്സിലിട്ട് നീറ്റി പല നല്ല കാര്യങ്ങൾക്കും തടസ്സം വെക്കാതിരിക്കുക. കാരണം ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ നീറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അത് നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഓർക്കുമ്പോൾ വിഷമം ഉണ്ടാവും. പക്ഷെ അതെപ്പോഴും 24/7 ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാതെ അടുത്തത് എന്താണ് എന്നുള്ളൊരു കാര്യത്തിലോട്ട് പോവുക. കാരണം ചില വ്യക്തികൾ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, ചില സിറ്റുവേഷൻസ് എന്നെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിലാക്കിയല്ലോ, അങ്ങനെയൊക്കെ കുറിച്ച് നിങ്ങളല്ലാണ്ടാവുന്ന രീതിയിൽ ആ ഒരു ട്രോമ സ്റ്റേജ് സ്വന്തമായിട്ട് ഇങ്ങനെ ഏറ്റുമേടിക്കുന്നുണ്ട്. ആ ഒരു പരിപാടി ഒന്ന് മാറ്റുക. നമ്മൾ നമ്മളുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്തി അതിൻ്റെ അകത്തോട്ട് ജീവിക്കാനായിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തരുന്ന ആളുകൾ നല്ല രീതിക്ക് ജീവിക്കുകയും ചെയ്യും, നിങ്ങൾ ആ ഒരു ട്രോമ സ്റ്റേജ് പിന്തുടരുകയും ചെയ്യും. പക്ഷെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഇറങ്ങുക, അല്ലാതെ വേറെ രക്ഷയില്ല. കാരണം ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്, അതിന് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ തന്നെ കഴിക്കണ്ടേ? അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്, അപ്പൊ ഞാൻ കഴിച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ തന്നെ ചെയ്യണം. അതാണ് അതിനുള്ള കാര്യം. കാരണം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ ഉണ്ടാവും, റിസൾട്ട് ഉണ്ടാവും. നമ്മൾ റിസൾട്ട് ഇല്ലാത്ത പരിപാടിയിൽ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ റിസൾട്ട് കാണിക്കുന്നുണ്ട്, അതും ബ്രൈറ്റ് ആയിട്ടുള്ള സൺ. എത്ര ഇരുട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ സണ്ണ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രകാശമായി. ആ ഇരുട്ടല്ലാണ്ടായി, ജീവിതം തന്നെ ഒരു പ്രകാശത്തിലോട്ട് പോയി. മനസ്സിലായോ? അപ്പൊ അതാണ് അതിൻ്റെ കുട്ടൻസ്. അപ്പൊ നിങ്ങൾ ആ ഒരു പരിപാടികളൊക്കെ ഒന്ന് ചെയ്യുക. കംഫർട്ട് സോണൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് അവനവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ നോക്കുക. ആരുടെയെങ്കിലൊക്കെ ഗൈഡൻസ് ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.